ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത് വ്യാഴാഴ്ചയാണ്. ഇന്നത്തെ ഒരു ദിവസം ഇതുപോലെ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. കളിയും ചിരിയും. പിന്നെ നിങ്ങൾ എല്ലാവരും കമൻസിൽ പറഞ്ഞ പോലെ ഡിമ്പിളും മോനും വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ വീട്ടിൽ ഭയങ്കര ബഹളമാണ്, അല്ലെങ്കിൽ ഒരു അനക്കവും ഉണ്ടാവാറില്ല കേട്ടോ. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഡിമ്പിളും പാച്ചും വന്ന ഡിവൈനും കുട്ടികളും ഒക്കെ കൂടിയിട്ട് ഇവിടെ ഒരു ആഘോഷം പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിമ്പിളും പാച്ചും പോയി കഴിഞ്ഞാൽ ഈ വീട് ഉറങ്ങിയ പോലെയാണ്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം രാവിലെ എണീറ്റു. ചാക്കോച്ചൻ ഈ പറഞ്ഞ പോലെ നല്ല കരച്ചിലായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രി മൊത്തം അവന് കാല് കടഞ്ഞിട്ടും ഇന്നലെ വാക്സിൻ എടുത്തതാണല്ലോ, അപ്പോൾ നല്ല പനിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഡോണിനും അതെ ഡിവൈനും അതെ ഭയങ്കര ക്ഷീണമായിരുന്നു രാവിലെ എണീക്കുമ്പോൾ. അപ്പോൾ ഇന്ന് 7:30 ആകുമ്പോഴേക്കും ആ ചേച്ചി വന്നു കേട്ടോ. ഞാൻ ചേച്ചി എന്നാണ് വിളിക്കുക. അപ്പോൾ എനിക്ക് എന്താ പറയുക, എന്നേക്കാളും മൂത്ത ഒരാൾ വരുമ്പോൾ നമുക്കതൊരു ഭയങ്കര സന്തോഷമാണ്. ഞാൻ പറയാറില്ലേ നമ്മുടെ വസന്തേച്ചി ഉള്ളപ്പോൾ. അപ്പോൾ ഇന്ന് രാവിലെ ഒരു കാക്ക കുറേ നേരമായിട്ട് നമ്മുടെ മുറ്റത്ത് നിന്ന് ഇങ്ങനെ വട്ടടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ അതിനെ നോക്കി നിന്നു. അത് കഴിഞ്ഞ് ഞാനാണ് ഫസ്റ്റ് അടുക്കളയിലേക്ക് കയറിയത്. ഡാഡിയും പാച്ചും സുഖമായിട്ട് കിടന്ന് ഉറങ്ങായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കയറി കട്ടൻ വെച്ചു. ബ്രൂ കോഫിയുടെ കട്ടനാണ് കേട്ടോ. അതാണ് അങ്ങനെ കളറായിട്ടിരിക്കുന്നത്. അപ്പോൾ ഡാഡിക്ക് ഇഷ്ടം, ഞാൻ പറഞ്ഞില്ലേ, അതാണ്. അപ്പോൾ ഡാഡിയും മോനും ഇന്ന് എണീറ്റിട്ടില്ല. അപ്പോൾ അവർ എണീക്കുമ്പോൾ ഡാഡി കൈയെടുത്ത് അപ്പം അവൻ കൂടെ എണീക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡാഡി സുഖമായിട്ട് അവനെ കെട്ടിപ്പിടിച്ച് അങ്ങനെ കിടന്ന് ഉറങ്ങുകയാണ്. അങ്ങനെ അവർ എണീറ്റു. അപ്പോൾ ഇനി പിന്നെ അവൻ്റെ പ്രഭാതം, അവൻ്റെ ദിവസം മുഴുവൻ അപ്പാപ്പൻ്റെ കൂടെയാണ്. അപ്പാപ്പൻ എന്ത് ചെയ്യണോ അതൊക്കെ അവനും ചെയ്യാതുള്ളൂ. അപ്പാപ്പൻ കട്ടൻ കാപ്പി കുടിച്ചു, അവനും കട്ടൻ കാപ്പി കുടിച്ചു. അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ചില സമയത്ത് അവന് തോന്നിയാൽ ബിസ്ക്കറ്റ് തിന്നും, ഇല്ലെങ്കിൽ ഇല്ല. അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല. അങ്ങനെ പെറുക്കി തിന്നാനുള്ള ഇഷ്ടം ഇത്തിരി കുറവാട്ടോ. അപ്പോൾ ആ ചേച്ചി വന്നു കംപ്ലീറ്റ് ആളുടെ പണികൾ നോക്കി. നമ്മളൊന്നും പറഞ്ഞു കൊടുക്കേണ്ട, ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നമ്മളുടെ വീട്ടിൽ എന്ത് ചെയ്യണം അതൊക്കെ അറിഞ്ഞ് ചെയ്യുന്ന ഒരു ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ ഇത്രയും കളറുകൾ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇത് എന്തിട്ടാന്ന്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, എൻ്റെ ഫ്രിഡ്ജ് വെടുപ്പാക്കുന്ന ഒരു ദിവസമുണ്ട്. അന്നത്തെ ദിവസം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ചെയ്യാറില്ല, കാരണം എല്ലാത്തിലും ഓരോന്നും 2 ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ദിവസം ഞാൻ കംപ്ലീറ്റ് എടുത്തിട്ട് അത് അവസാനിപ്പിക്കുക ചെയ്യുക. അപ്പോൾ പൂരി ഉണ്ടായിരുന്നു ഉണ്ടാക്കാണ്ട്, നമ്മളന്ന് കട്ട് ചെയ്ത് വെച്ചില്ല ഇന്നലെ, കട്ട് ചെയ്ത് വെച്ച പൂരി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പരിപ്പ് കറി ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലത്തെ നമ്മുടെ KFC മറ്റേ ഫ്രൈഡ് ചിക്കനിലത്തെ ബണ്ണ്, ദോശമാവ് ഉണ്ടായിരുന്നു. മറ്റേ ഗോതമ്പ് ദോശ, മറ്റേ ഗോതമ്പിൻ്റെ ഉപ്പുമാവ് മാത്രം ഞാൻ ഇന്ന് ഉണ്ടാക്കി. അപ്പോൾ അത് ഡോണും ഡാഡിയും കഴിച്ചു. ബാക്കിയൊക്കെ ഞങ്ങൾ 2 കഴിച്ച് അവസാനിപ്പിച്ചു. അങ്ങനെ ഡാഡിയും മോളും പാച്ചും കൂടിയിട്ട് പുറത്തേക്ക് ഒന്ന് പോവാണ് കേട്ടോ. അപ്പോൾ ഡിമ്പിൾ പറഞ്ഞ പോലെ ഈ ആഴ്ച മൊത്തം അവൾക്ക് ഓരോ ദിവസം യാത്രയും കാര്യങ്ങളൊക്കെയുള്ള ദിവസങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവൾ ഇങ്ങോട്ട് വന്നത്. അവിടെ ആകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഡ്രൈവറുടെ കുറവും പിന്നെ ഒറ്റയ്ക്ക് പോകാനുള്ള ബുദ്ധിമുട്ടും. ഇവിടെ ആകുമ്പോൾ ഡാഡി ഇപ്പോൾ ഫ്രീ ആയി എന്നായിരിക്കും ഡാഡിക്ക് എപ്പോഴും കൂടെ കൊണ്ടുപോകാനും എടുക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ ഇവിടെ പൊന്നു ഒരാഴ്ചയ്ക്ക് ഇവിടേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. പോയി അവർ വേഗം തന്നെ തിരിച്ചു വന്നു. ശരിക്കും ഒരു 1.5 മണിക്കൂർ ആകുമ്പോഴേക്കും അവർ തിരിച്ച് വന്നു കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ പാച്ചൂട്ടനും മറ്റേ നമ്മുടെ ചാക്കോച്ചനും തോമുട്ടനും ഡിമ്പിളും ഡിവൈനും മുകളിലാണ്. കരച്ചിലാണ് അവൻ. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളവിടെ നിന്നോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം ഇവർ പോയ സമയത്ത് ഞാനും ആ ചേച്ചി മാത്രമല്ലേ ഉള്ളൂ. ഞാൻ വേഗം ചോറ് വെച്ചു, മീൻകറി, അയിലക്കറി വെച്ചു, കട്ട്ലേറ്റിലേക്ക് ഉണ്ടാക്കാൻ വെച്ചപ്പോൾ ഒരു മോൾ എന്നോട് കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഒറ്റയ്ക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരുമോ നല്ലതെന്ന് വിചാരിച്ചു. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇങ്ങനെ കട്ട്ലേറ്റ് റെസിപ്പി ആയിട്ട് ഞാൻ കാണിച്ചിട്ടില്ല തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ചേച്ചിട്ടാ, പുതിയ ചേച്ചി ഇതാണ്. അപ്പോൾ ചേച്ചി ഇന്നത്തെ കഴിഞ്ഞ് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ അത് 2 പേരിങ്ങനെ നിന്ന് വർത്താനം പറയും. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കായാലും അവരെന്താ ചെയ്യണമെന്ന് അവർക്ക് എൻ്റെ പിടുത്തില്ല. ചിലപ്പോൾ നിന്നിട്ടും ഇരുന്നിട്ടും ഒക്കെ അവിടെ നിന്ന് എടുത്ത് ചൂട്ടോടെ കഴിച്ച് തുടങ്ങിയതാണ്. പിന്നെ അതേ പാത്രം കൊണ്ട് വന്ന് ഡൈനിങ് ടേബിളും ഇരുന്ന് അവർ കഴിക്കുക ചെയ്ത്. അപ്പോൾ ചേച്ചി പറഞ്ഞു എനിക്കിന്നൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ആൾ പോകാൻ നിൽക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ചേച്ചി. അപ്പോൾ അങ്ങനെ നാത്തൂനും ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് മീൻകറിയും കട്ട്ലേറ്റുമാണ്. പിന്നെ ഇന്നലെ രാത്രിയിലത്തെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, ബീഫും കുറുക്കി ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി 2 ഫുഡ് കഴിച്ച് എല്ലാവരും കിടന്ന് ഉറങ്ങി എണീറ്റിട്ടുള്ള ബാക്കി വിശേഷങ്ങളാണ് ഇനിയുള്ളത് കേട്ടോ.
ഞാൻ പതിവ് പോലെ ഞാൻ പറഞ്ഞില്ലേ ഒരൊറ്റ ഉറക്കം ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ 2-3 മണിക്കൂർ എടുക്കണമെന്ന്. ശരിക്കും ഇന്നും അങ്ങനെ തന്നെ ഉണ്ടായത്. അപ്പോൾ ഡിമ്പിളിന് ശരിക്കും ഉച്ചതിരിഞ്ഞ് എവിടേക്കൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് പർച്ചേസിങ്ങിന്. അപ്പോൾ ഞാൻ ശരിയെന്നും പറഞ്ഞു. പക്ഷേ ഇവൾ വന്ന് നോക്കിയപ്പോൾ പൊന്നു വന്ന് നോക്കിയപ്പോൾ ഞാൻ നല്ല ഉറക്കത്രേ. അപ്പോൾ വിളിക്കാൻ തോന്നിയില്ല അപ്പം ഞാൻ പൊന്നിനോട് പറഞ്ഞു, ഇപ്പം എൻ്റെ പണി ഇങ്ങനെയാണ്. ഉച്ചയ്ക്ക് ഒരു കിടന്ന് കഴിഞ്ഞാൽ 4-5 മണിക്കൂർ കഴിഞ്ഞിട്ട് എണീക്കുക. പിന്നെ നാളെ മേലാക്കം ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിക്കും, എന്നെ ഒന്ന് തട്ടി വിളിച്ചോളൂ എന്ന് പറഞ്ഞേക്കുക. അതെന്താണെന്ന് എനിക്കത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. കാരണം കിടക്കണത് എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ 2 മണിക്കൊക്കെ കിടന്ന് 5:30, 6 ചിലപ്പോൾ 7 മണിക്കൊക്കെ എണീക്കുക. അങ്ങനെ തോമുട്ടൻ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റു. ഡിവൈൻ നേരത്തെ ഇറങ്ങി വന്നു. തോമുട്ടൻ പതുക്കെ ഇറങ്ങി വന്നപ്പോൾ ഡിംപിളിവിടെ മാസ്ക് ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മളുടെ മിൻസിൽ നിന്ന് മാസ്ക് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു, മറ്റേ ക്രീം കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ടിട്ട് നിൽക്കുക. തോമുട്ടന് പേടിയാണത്, മാസ്ക് ഇട്ടാൽ ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ പുതിയ കുറേ ലോക്കറ്റ്സാണ് കേട്ടോ. ഈ ടീനേജ് കുട്ടികൾക്ക് വേണ്ടി കുറേ ലോക്കറ്റുകൾ കൊണ്ടുവന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണത്. ഇത് ലോക്കാണ്, കീ ആണ് കേട്ടോ. നിറച്ച് സ്റ്റോൺസാണ് അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഫോട്ടോ എടുക്കുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിഞ്ഞൂടാ. പിന്നെ ഒരു ലവ്, പിന്നെ ഇത് ഫുള്ള് ലവ്. ഇത് മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ തന്നെ റൂബിയുണ്ട്. അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് കേട്ടോ മാലേമ ഇതിങ്ങനെ എടുക്കുക. ഇതിൻ്റെ തന്നെ ഒരു വേറെ പാറ്റേണും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഇതിപ്പോൾ ഇന്ന് ഫോട്ടോ എടുക്കാൻ ഇന്ന് കൊണ്ടുവന്നപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാൻ നിന്നതാണ് കേട്ടോ. അല്ലാണ്ട് ഇത് പാക്ക് ചെയ്ത് അയക്കാനുള്ളതോ ഒന്നുമല്ല. അപ്പോൾ ഞാൻ എന്തായാലും ഫോട്ടോ എടുത്ത് എനിക്ക് എൻ്റെ ഗാലറിയിൽ ഇടണം. അപ്പോൾ അതോടുകൂടി നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഇത് ലവുമ്മ ഒരു കെട്ട്, ഇത് 2 ലവ്. ഇത് മുമ്പ് വന്നിട്ടുണ്ട്, കണ്ടമാനം കുട്ടികൾ വാങ്ങി കൊണ്ടുപോയിട്ടുള്ള സംഭവമാണ് കേട്ടോ. ഇതിൽ റൂബി, ബ്ലാക്ക്, ബ്ലൂ അങ്ങനെ കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2-3 ഉള്ളൂ. അതുപോലെ ഇത് റൂബി. അപ്പോൾ ഇതിൻ്റെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ കമ്മലും വളയും ഉണ്ട്. നിങ്ങൾ കുറേ പേരൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇത്. കമ്മലും ഈ ലവിൻ്റെ കമ്മലും വളയും. ഇത് ഈ മീനിൻ്റെ ലോക്കറ്റ് ഭയങ്കര ഐശ്വര്യം എന്ന് പറയും. ഇത് കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് നമ്മുടെ സുബ്ബമ്മാളയാണ്, കല്യാണരാമനിലെ മുത്തശ്ശി. ഇപ്പം മരിച്ചല്ലോ. നമ്മളുടെ കയ്യിൽ നിന്ന് മീനിൻ്റെ മാലകൾ, വള, ലോക്കറ്റുകൾ എന്തൊക്കെ ഉണ്ടെന്ന് അത്രയും എനിക്ക് തോന്നുന്നു സുബ്ബമ്മാളുടെ കയ്യിലുണ്ട്. മുത്തശ്ശി തന്നെയാണ് നമ്മളും വിളിക്കാം. അപ്പം ഞാൻ ഇന്ന് വീഡിയോ കാണുമ്പോൾ നോക്കണം എന്ന് വിചാരിച്ചിട്ട്, കാരണം ഓർണമെൻറ്റ് ബോക്സ് എടുത്തു കഴിഞ്ഞാൽ ഫുൾ ഡ്രീം കളക്ഷൻസിൻ്റെ ബോക്സുകളാവും. അന്ന് നമുക്ക് ബോക്സ് ഉണ്ടായിരുന്നു ഡ്രീം കളക്ഷൻസ് എഴുതിയിട്ട്. അപ്പോൾ അതായിരിക്കും മുത്തശ്ശിയുടെ കയ്യിൽ മൊത്തം ഉണ്ടാവുക എന്നുള്ളത് എനിക്ക് അറിയാം. ഓർണമെൻറ്റ്സ് മൊത്തം നമ്മുടെ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ ഈ ഡംബൽസിൻ്റെ ഇത് കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ. ഇതിൻ്റെ തന്നെ ഫുൾ ഡംബൽസ് ആയിട്ടുള്ളതുണ്ട്. പിന്നെ വളയുണ്ട്, കമ്മലുണ്ട്, മോതിരമുണ്ട്. ഇത് ശരിക്കും ഒരു കീ ഇങ്ങനെ കിടന്നിട്ട് പലതരം സ്റ്റോൺസാണ് കേട്ടോ. അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഈ ഫോട്ടോയിൽ കാണുന്ന പോലെയല്ല. അതുപോലെ ഇത്ര നീളമില്ല കേട്ടോ. ശരിക്കും ഒരു 2 ഇഞ്ച് കഷ്ടിയുള്ളൂ. പക്ഷേ കാഴ്ചയിൽ ഇങ്ങനെയാണ്. ഇതൊരു കൊച്ചു ലക്ഷ്മിയുടെ ലോക്കറ്റാണ്. 3 ലക്ഷ്മിയുടെ കുഞ്ഞ് കാശ് വെച്ചിട്ട് പിന്നെ മാല. അപ്പോൾ ഈ മാല എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റി ഇടാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്വർണ്ണമാല ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അതും ഈ ലോക്കറ്റുകൾ മാത്രം വാങ്ങിയാൽ മതി. നിങ്ങൾക്കത് മാറി മാറി യൂസ് ചെയ്യാം. 2 വട്ടക്കണ്ണി എക്സ്ട്രാ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് നിങ്ങളുടെ മാലയമ്മ കോർത്തിടാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് ഞാൻ നേരത്തെ കാണിച്ചതിൻ്റെ പച്ചയാണ്. പച്ച, ബ്ലാക്ക്, ബ്ലൂ ഞാൻ പറഞ്ഞില്ലേ റൂബിയൊക്കെ ഉണ്ടെന്ന്. റൂബി എനിക്ക് തോന്നുന്നു സ്റ്റോക്ക് കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ട്. റൂബിയും വൈറ്റും വന്ന വഴിക്ക് കഴിഞ്ഞു അത് കേട്ടോ. പിന്നെ ഇതുപോലെ ഒരു ലോക്കറ്റാണ്, ലോക്കറ്റ് ചെയിനാണ്. അത് സെപ്പറേറ്റ് അല്ല, ചെയിനാണ്. അപ്പോൾ ഇതിനെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ബാക്കിൽ എക്സ്ട്രാ വേണമെങ്കിൽ വട്ടക്കണ്ണി എന്തെങ്കിലും ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തന്നെ റൂബിയും ജെയ്ഡുമായിട്ടുള്ള പാറ്റേൺ ഉണ്ട്. 1-2 പാറ്റേൺ ഉണ്ടായിരുന്നു മുമ്പ്, കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റാറിൻ്റെ പാറ്റേണാണ്. അത് മറ്റ് മാലയേക്കാളും ഒരു തൊണ്ടും കൂടി തടിയുണ്ട് കേട്ടോ. ഇതുപോലെ ക്രിസ്റ്റലാണ്. 2-3 കല്ലായിട്ടുള്ള മാലയാണിത്. ഇതും മാലയാണ്, അല്ലാണ്ട് സെപ്പറേറ്റ് ലോക്കറ്റ് അല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അത് പിന്നെ അടുത്തതും ആയാലും ഇതും ബോൾ ഇതിൽ ഓടി കളിക്കുമെങ്കിലും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല, മാലയായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ വീണ്ടും പറയുന്നു, ഒക്കെ നമ്മുടെ റീപ്ലേസ് ചെയ്യണ ഓർണമെൻറ്റ്സാണ് കേട്ടോ. ഇതും അതെ, ഇങ്ങനെ ഓടി നടക്കുന്ന മുത്താണ്, പക്ഷെ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഇത്. അതുപോലെ മാല, ലോക്കറ്റ് അടക്കമുള്ള ഒരു മാലയാണ്. ഫുൾ റൂബി. ഇത് തന്നെ വൈറ്റും ഉണ്ട്. ഇത് തന്നെ ലോക്കറ്റ് സെപ്പറേറ്റും കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ മാലേമ അറ്റാച്ച്ഡാണ്. ഇത് തന്നെ ലോക്കറ്റ്, ഇതാണ് ലോക്കറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കുറേ പാറ്റേൺ കുട്ടി കുട്ടി മാലകൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഒതുക്കി വെക്കണം. അപ്പോൾ ആ സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ പാച്ചുകുട്ടൻ താഴ്ത്തിരുന്നു. അപ്പോൾ അവനെ കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒക്കെ മാറിയിരിക്കുന്ന നേരത്താണ്
ഞങ്ങളിങ്ങനെ ഇരിക്കണുണ്ട്. അപ്പോൾ ഞങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ എല്ലാവരും വന്നിരിക്കുകയെന്ന്. അപ്പോൾ ഞങ്ങളുടെ പണിയും നടക്കും, അവരുടെ പണിയും നടക്കും. അപ്പോൾ ഈ നേരത്ത് രാത്രിക്ക് എന്തായാലും ഒരു പൂതി. ഡാഡി പറഞ്ഞു പൊറോട്ട വാങ്ങിക്കാൻ പറഞ്ഞു. എന്നാൽ ശരി, ഡാഡി പൊറോട്ട വാങ്ങിക്കൊണ്ടുവന്നു. കുട്ടികൾ രണ്ടാളും കൂടി കിച്ചണിൽ കയറി ബീഫ് കറി വെച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ അപ്പോൾ അറിയാലോ, കിച്ചൺ കഴിഞ്ഞ് ഡൈനിങ്മേൽ നമ്മളിരിക്കുമ്പോൾ അവിടെ ആ ഹോളിൻ്റെ പരിസരത്താണ് ഇവരുടെ കളികളും. അപ്പം മൊത്തത്തിൽ ഞങ്ങൾ എല്ലാവരും എപ്പോഴും ഒരുമിച്ചിരുന്ന് കളിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവും. നമ്മളുടെ വീടിൻ്റെ സ്ട്രക്ചർ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഡിംപിളിരിക്കുന്നത് ഞാനിരിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് അടുക്കളയുടെ വാതിലിൻ്റെ അവിടെയാണ്. അടുക്കളയുടെ പരിസരത്ത് ഡിവൈൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവസാനത്തെ പണി ഡിവൈൻ്റെയാണ് കേട്ടോ. ബീഫ് കറിയുടെ പണി ഡിവൈനാണ് ചെയ്തത്. അപ്പോൾ ഡിവൈൻ അവിടെ ഇതിൻ്റെ സാലഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഡിവൈൻ കിച്ചണിൽ ഞങ്ങൾ ഡൈനിങ് ടേബിളുമ്പോൾ ഇവർ അവിടെ ഡോൺ അപ്പുറത്ത്. അപ്പോൾ എല്ലാവരും ആ ഇട്ടാവട്ടത്ത്. അപ്പോൾ നമ്മളുടെ വീടിൻ്റെ എനിക്ക് തോന്നുന്നു എല്ലാവരും പറയും നിങ്ങളുടെ വീടിൻ്റെ ഐക്യം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ വട്ടത്തിലുള്ള ഇരിപ്പും കളിയും സന്തോഷമാണ്. ഞാൻ നിങ്ങളോട് പറയാറില്ല, ഈ സമയമാണ് ഞങ്ങളുടെ ഒത്തുകൂടലിൻ്റെ സമയം. അപ്പോൾ അങ്ങനെ ഓച്ചുദേ പാച്ചുവിനും തോമോനും വീഡിയോയിൽ പാട്ട് വെച്ച് കൊടുത്തിട്ട് അതനുസരിച്ച് ഡാൻസാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ തോമോനെ സംബന്ധിച്ച് അടിപൊളി ഡാൻസുകൾ ഭയങ്കര ഇഷ്ടമാണ്. പാച്ചുവിനെ സംബന്ധിച്ച് മറ്റേ റൈംസാണ് ഇഷ്ടം. എന്നാലും രണ്ടാൾക്കും അതിൻ്റേതായി അത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒപ്പം നിന്നിട്ടുള്ള ഡാൻസാണ് കേട്ടോ. അപ്പോൾ പാച്ചു കുളിക്കാൻ പോണ കാരനാണ് ഡ്രസ്സൊക്കെ മാറിയിട്ട് നിൽക്കുന്നത്. പിന്നെ കളിയിൽ ഏർപ്പെട്ടപ്പോൾ പിന്നെ എന്നാൽ പിന്നെ കളിയാവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റേ കമോൺ ബേബി ലെറ്റ്സ് ഒരു ബുള്ളറ്റിൻ്റെ ഒരു പാട്ടുണ്ടല്ലോ, അതാണ്. അപ്പോൾ അതാണ് ഈ ഒരുത്തൻ അവളുടെ പിന്നിൽ ബുള്ളറ്റും ഇരിക്കണ പോലെ പിടിക്കണതും മറ്റാൾ ബുള്ളറ്റ് പോലെ കളിക്കണതും തോമുൻ്റെ ഫേവറേറ്റ് പാട്ടുകളിൽ ഒന്നാണ് കേട്ടോ ബുള്ളറ്റിൻ്റെ പാട്ട്. അപ്പോൾ അങ്ങനെ ഓച്ച് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ അംഗം. കളിയും ബഹളവും ചിരിയും ഭയങ്കര അനക്കാണ്. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അതെ കാണാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആൻസം വന്നാലും അതെ ഇതിൽ കൂടി. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഇരട്ടി ബഹളമാണ്. ഈ കുട്ടികളെക്കാളും ഏറ്റവും ചെറിയ ആൾ ആൻസറായിട്ട് മാറും, അങ്ങനെയാണ്. പക്ഷേ വല്ലപ്പോഴൊക്കെ കൂടാൻ പറ്റാറുള്ളൂ എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ ഞാനും ഡാഡിയും ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ ആവശ്യത്തിൽ ഏർപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവർ ഈ കളിക്കുമ്പോഴാണ് ഞാൻ ഈ ഫോട്ടോസ് മൊത്തം എടുക്കേണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ കുറേ ചിരിയും കളിയും ബഹളവും ഒക്കെ ആയിട്ട് അങ്ങനെ എപ്പോഴും ഞാൻ പറയും ഈ ഒരു ഐക്യം തമ്പുരാനെ അവസാനം വരെ നടത്തി തരണേന്ന്. അപ്പോൾ ഈ സമയത്താണ് ഞങ്ങൾ കുറേ ചർച്ചകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. കാരണം ഇന്ന് എനിക്ക് ഫോണിലേക്ക് കുറേ മെസ്സേജ് വന്നു. ഡിംപിളുടെ ഫോണിൽ ഒരു കുട്ടി വന്ന് കുറേ നെഗറ്റീവ് കമൻറ്റ്സ് ഇടണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കുട്ടി പുറത്ത് പോയ സമയത്തായിരുന്നു. അങ്ങനെ ഞാൻ ഡിംപിളിനോട് പറഞ്ഞപ്പോഴാണ് ഡിംപിൾ നോക്കിയിട്ട് പറഞ്ഞത് എന്തൊക്കെയോ ഒരു പരിചയമില്ലാത്ത ഒരു 4 ദിവസം മുമ്പ് ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ കയറിയിട്ട് പേരുമൊന്നുമില്ല, ഫേക്ക് ഐഡിയ ആണ്, കയറിയിട്ട് ഞങ്ങളുടെ 3 പേരുടെയും ചാനലിൽ കയറി വെറുതെ കുറേ അനാവശ്യം പറയുക. അപ്പോൾ അത് പുതിയ ഐഡിയ ആയ കാരണം അതിന് വേണ്ടി ഉണ്ടാക്കി പറയണതാണ്. എന്തിട്ടായാലും അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് കുറേ കുട്ടികൾ എപ്പോഴും പറയും മാങ്ങയുള്ള മരത്തിൽ ആൻറ്റി കല്ലെറിയുള്ളൂ എന്ന്. അപ്പോൾ ഈ സന്തോഷം കാണുന്ന കുടുംബത്ത് നമ്മൾ സാധാരണ അങ്ങനെയുള്ളിടത്താണല്ലോ നമ്മൾ പറയും കുറേ സന്തോഷം വരുമ്പോൾ അവിടെ ഒരു എന്താ പറയുക ഈവിളായി വരും. അതായിട്ട് ഞാൻ കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവിടെ അപ്പോൾ അടി കഴിഞ്ഞ് തോമൂനടിച്ചപ്പോൾ പാച്ചു ആകെ ഒരു എന്താ പറയുക സ്റ്റണ്ടായിട്ട് നിൽക്കുകയാണ്. തോമൂനടിക്കല്ലേ നമ്മോട് പറയണു. അങ്ങനെ മൊത്തത്തിൽ ഞാൻ പറഞ്ഞില്ലേ ഇവരുടെ വെച്ചാൽ സംസാരം തോമു നന്നായി സംസാരിച്ച് തുടങ്ങിയിട്ടാണ്. കുറേ ഒക്കെ ഇംഗ്ലീഷ് വാക്കുകളാണ് മുഴുവൻ പറയാമെന്ന് മാത്രം. പാച്ചു ഇങ്ങനെ കുറച്ച് പറഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ. എന്നാലും കുറേശ്ശെ അവനെ ഒപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഡിവൈനെ ഭയങ്കര പേടിയാട്ടോ. ഡിവൈൻ നല്ല അടി കൊടുക്കും. പാച്ചുവിനല്ല കേട്ടോ, തോമുവിനെ. അപ്പോൾ അത് അടിക്കുന്ന കാരണം ഭയങ്കര പേടിയാണ്. അപ്പോൾ അങ്ങനെ തോമുദേ കയറി അപ്പയുടെ ഒക്കത്തിരിക്കണു. മറ്റു കുഞ്ഞാൾ പിന്നെ കരച്ചിലാണ് പാവം. എന്നാലും അങ്ങനെ വലിയ ശല്യമൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ കരയും. കാലുമേ ഇത്തിരി കല്ലുപ്പ് പോലെയുണ്ട്. അപ്പോൾ ഓച്ചുദേ എക്സസൈസ് ചെയ്യിക്കുകയാണ്. ഇത് തോമും ഓച്ചും കൂടി കഴിഞ്ഞാൽ ഞാൻ പറയും ടോം ആൻഡ് ജെറി ഷോ ആണെന്ന് പറയും. ഒന്നെങ്കിൽ രണ്ടാളും കൂടി കൊത്തിക്കടിച്ച് നിൽക്കും, അല്ലെങ്കിൽ ഭയങ്കര ഡാൻസും പാട്ടൊക്കെയാണ്. അങ്ങനെ എല്ലാവരുടെയും ഫുഡ് കഴിഞ്ഞ് ഇപ്പോൾ 3 പൊറോട്ട കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ ആഴ്ച ഞാനും ഡാഡിയും കൊത്തു പൊറോട്ട കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾക്കൊരു പൂതി. അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ രാവിലെ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഒരു 3 പൊറോട്ട എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുട്ടികളൊക്കെ കിടക്കാൻ പോയി. ഞാൻ പതിയുംപടി ലൈറ്റും കാര്യങ്ങളൊക്കെ അടിച്ച് പട്ടിക്കുള്ള ഫുഡ് കൊടുത്തു. ഡാഡിയാണ് ഇന്നത് കൊടുത്തത് കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത്
ഇപ്പുറത്തേക്ക് കടന്ന് ഇനി പാക്കിങ്ങിൻ്റെ സമയമാണ്. അപ്പം ഞാൻ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നതോട് കൂടിയിട്ട് ഞാൻ സ്റ്റാറ്റസ് ഇടും. സ്റ്റാറ്റസ് ഇടുന്നതോട് കൂടിയിട്ടാണ് ഓർഡറുകൾ വരിക. അപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോഴേക്കും ഒരു 4-5 പേര് ഇതുപോലെ കുഞ്ഞു മാലകൾ, മോതിരം, ലോക്കറ്റ് ഇതൊക്കെയാണ് ഞാൻ ഇന്ന് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് നാളെ നോക്കുമ്പോൾ കാണാം, എൻ്റെ നമ്പറുള്ളവർക്ക് നോക്കുമ്പോൾ കാണാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെ ഓർഡേഴ്സ് വന്നു തുടങ്ങി. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കിടക്കണതിൻ്റെ തൊട്ട് മുമ്പാണ് ഞാനത് എടുക്കുക. അപ്പോൾ എന്നെ പരിചയമുള്ളവർക്കറിയാം. ആ സമയത്താണ് ഞാൻ ഇതിൻ്റെയൊക്കെ ഓർഡറുകൾ എടുക്കുകയും അഡ്രസ്സ് എഴുതി വയ്ക്കുകയും പാക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക. പിന്നെ പിറ്റേ ദിവസം ഡാഡിയാണ് ചെയ്യുക. ഇപ്പോൾ ഡാഡിയൊക്കെ ഓൾറെഡി ഉറങ്ങിക്കഴിഞ്ഞു, എല്ലാവരും കിടന്നു, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ സമയത്ത് ഇതിൻ്റെ ബാക്കി ഓർഡറും കാര്യങ്ങളും അഡ്രസ്സൊക്കെ എഴുതി വെച്ചു. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് ഓർഡർ കഴിഞ്ഞ ഉടനെ ഞാൻ അഡ്രസ്സ് തരണം എന്ന് പറയുന്നത്. അപ്പോൾ അഡ്രസ്സ് ചെയ്ത് ഇന്ന സാധനം എന്ന് ഞാൻ എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഡാഡിക്ക് പിറ്റേ ദിവസം പാക്ക് ചെയ്യാൻ വേണ്ടും. മുമ്പ് വേറെ സ്റ്റാഫൊക്കെ ഉള്ള സമയത്ത് അങ്ങനെ വേണ്ടിയിരുന്നില്ല. ഇതിപ്പോൾ ഞാനാണ് ചെയ്യുക. എനിക്കിപ്പോൾ അതത്ര ബുദ്ധിമുട്ടില്ല. നമ്മൾ ആ കുട്ടികളോടൊപ്പം ആ സമയത്ത് സംസാരിക്കുക. പിന്നെ അതുപോലെ എനിക്ക് കുട്ടികൾ പേഴ്സണലി കുറേ കുട്ടികൾ മെസ്സേജ് അയക്കുന്നവരുണ്ട്, അവരോട് ഞാൻ സംസാരിക്കുക. ഒക്കെ ഈ ഒരു സമയത്താണ്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ, ഇവരൊക്കെ കിടന്നതിന് ശേഷമാണ്. അപ്പോൾ അല്ലാണ്ട് പകൽ എനിക്കങ്ങനെ ഒരാളെയും ഫോൺ ചെയ്യാനായിട്ട് എനിക്ക് പറ്റാറില്ല. കാരണം കുട്ടികളും പിന്നെ എന്തെങ്കിലും എത്ര പണിക്കാരുണ്ടെന്ന് പറഞ്ഞാലും നമ്മളുടെ നമുക്ക് ചെയ്യേണ്ടതായ കുറേ കാര്യങ്ങളുണ്ടാവും. നമ്മൾ തന്നെ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടാവും. അത് നമ്മൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ അത് എൻ്റെ ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ചെയ്യാണ്ടിരിക്കാം, മറ്റുള്ളവർ ചെയ്തോട്ടെ എന്ന് വയ്ക്കാം. പക്ഷേ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ പുതിയ ലോക്കറ്റ്സാണ് കേട്ടോ. പലതരം ആൽഫബറ്റ്സിൻ്റെ മറ്റേ ലെറ്റേഴ്സ് പല തരത്തിലുണ്ട്. സ്റ്റോൺസിൻ്റെ തന്നെ 2-3 പാറ്റേൺ ഉണ്ട്, നോർമൽ ടൈപ്പ് ഉണ്ട്, കുറേ പാറ്റേൺ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പം എനിക്ക് തോന്നുന്നു ഒക്കെ ഈ സിമ്പിൾ ചെയ്യുമ്പോൾ ഈ കുഞ്ഞ് ലോക്കറ്റ് എല്ലാം കൂടി വളരെ ചെറിയൊരു കാശാവുള്ളൊരു മാലയും ഒരു ലോക്കറ്റും കൂടി. പിന്നെ അത് അധിക ഭാഗം എല്ലാവരുടെയും കയ്യിൽ കുഞ്ഞ് മാലകളുള്ളതാണ്. അപ്പോൾ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു കൊച്ചു ലോക്കറ്റ് ശരിക്കും ഞാൻ പറയും എന്താ പറയുക, ഒരു നല്ലൊരു ഡയറി മിൽക്കിൻ്റെ കാശാവുള്ളൂ ഈ ഒരു ലോക്കറ്റിന്. അപ്പോൾ ഇതാണെന്ന് വെച്ചാൽ കാലാകാലം യൂസ് ചെയ്യാം, പ്ലേറ്റ് ചെയ്ത് റീപ്ലേറ്റ് ചെയ്ത് യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ കാണാനും നല്ല ഭംഗിയുള്ള ലോക്കറ്റുകളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പണികളായിരുന്നത്. ഫോട്ടോസ് എടുക്കലും ഇത് ചെയ്യലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ ഇപ്പോൾ ചെയ്യുക. കാരണം ഡിംപിളിനായാലും ഡിവൈനായാലും കുട്ടികൾ കൂടെയുള്ളതാണ്. അപ്പോൾ ഞാനും ഡാഡിയും കൂടിയിട്ട് ഒറ്റ ഇരിപ്പിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പണികളങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. ഞങ്ങളൊക്കെ ഷെയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കാണോ സൗകര്യം അതനുസരിച്ച് ഞങ്ങൾ കിച്ചണിൽ കയറി ചെയ്യണവരാണ്. അല്ലാണ്ട് ഡിംപിൾ വെറുതെ ഇരിക്കണോ അല്ലെങ്കിൽ ഡിവൈൻ വെറുതെ ഇരിക്കണോ മമ്മി വെറുതെ ഇരിക്കണോ അങ്ങനെയല്ല. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ജോലികളുണ്ട്. അത് ഇന്ന ജോലി എന്നൊന്നുമില്ല, ആർക്ക് എപ്പോൾ കാണണോ അത് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഡിവൈൻ പറഞ്ഞ പോലെ സൺഡേ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് സാധനങ്ങൾ ഒതുക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാവും. അതാത് കഷ്ണങ്ങൾ വരെ നുറുക്കി വെച്ചിട്ടുണ്ടാവും. എടുക്കുക, വെക്കുക, വിളമ്പുക, ഇത്രയേ ഉള്ളൂ പണി. അപ്പോൾ അത് ആര് വന്നാലും പണി ഭയങ്കര എളുപ്പമാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു കുട്ടി ഞാൻ പറഞ്ഞില്ല ഒരു ഫേക്ക് ഐ ഡിയിൽ വന്നത്, അത് ഡിംപിളിനോട് പറയണത്, ഡിംപിൾ വരണത് പേടിച്ചിട്ട് പാറു ഇറങ്ങി ഓടിപ്പോയി പണിയുടെ കൂടുതലുകൊണ്ട് ഡിംപിൾ കുറേ പണി ചെയ്യിപ്പിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ അതൊക്കെ പറഞ്ഞിട്ട് ചിരിക്കുക എന്നല്ലാണ്ട് എന്താ പറയുക ഈ കുട്ടികളോടൊക്കെ. കാരണം ഇതിൽ കൂടുതലൊന്നും പറയില്ല. മുമ്പ് നിങ്ങളൊക്കെ പറയണ പോലെ എനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു ടെൻഷനും സങ്കടമൊക്കെ ആയിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞാനത് കോമഡി ആയിട്ട് എടുക്കണേ. അതുകൊണ്ട് തന്നെ പിന്നെ നെഗറ്റീവ് നോക്കണ്ടെന്ന് പറയും. പക്ഷെ നമ്മളിത് വായിക്കുമ്പോഴല്ലേ നമ്മളിത് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് കാണാം. പിന്നെ ഇപ്പോൾ എല്ലാ നെഗറ്റീവും ഞാൻ പോസിറ്റീവായി എടുക്കുക. കാരണം നമ്മളാരാണെന്നും നമ്മളെന്താ ചെയ്യണമെന്നുള്ളതും നമുക്കറിയാം. പിന്നെ ഇപ്പോൾ ഈ ഫേക്ക് ഐ ഡിയും കൊണ്ട് അതും 2-3 ദിവസം മുമ്പ് ഒരു ഐ ഡി തുടങ്ങിയിട്ട് അതിൽ നിന്നാണ് ഇങ്ങനെ മെനക്കെട്ട് നമ്മളെ കുറ്റം പറയാതിരിക്കുക എന്ന് പറയില്ലേ, അങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടി. ആരാണാവോ എനിക്കറിയില്ല. അപ്പോൾ ആരോ പറഞ്ഞു നമ്മളുടെ ബന്ധുക്കളാവുന്നു. ഞങ്ങൾക്ക് അങ്ങനെ അത്രയും തരം താന്ന ബന്ധുക്കളില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വിശേഷം ദേ ഇവിടെ കഴിയുകയാണ്. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ഒരു ദിവസത്തെ എല്ലാ ആൻറ്റിയുടെ വിശേഷം അറിഞ്ഞല്ലോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നല്ലൊരു ദിവസം തന്ന ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളുടെ ശത്രുക്കൾക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ദിവസം തന്ന ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കിനിയിപ്പോൾ നാളെ കാണാം. അപ്പോൾ നാളെ ഇപ്പോൾ ഇനി ഏതൊക്കെയാണെന്നുള്ളത് നാളെ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ സമയം, ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നാളെ കാണാം കേട്ടോ. അതുവരേക്ക്
ഞാൻ ഗുഡ് നൈറ്റും നിങ്ങൾക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഔസേ പിതാവ് ഉറങ്ങുന്ന ഔസേ പിതാവാണ്. നമ്മൾക്ക് എന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ അവിടെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ആൾ സ്വപ്നത്തിൽ കൂടെ നമുക്ക് നടത്തി തരുന്ന അത് വിശദമായിട്ട് ഞാൻ പിന്നെ പറഞ്ഞു തരാം കേട്ടോ.